ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മധുരവേദിയാകുമ്പോൾ മധുര പൂന്തോട്ടക്കാർക്ക് സഖാക്കൾ എ.കെ.ജിയും ഇ.കെ. നായനാരും അവരുടെ പ്രിയപ്പെട്ട തോഴരാണ്. മധുര പൂന്തോട്ടത്തിൽ എ.കെ.ജി ഒളിവിൽ കഴിഞ്ഞു. പത്മാസിനി വായനശാല കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഇ.കെ. നായനാരായിരുന്നു. 1987 ഇ.കെ. നായനാർ തമിഴ്നാട് മധുരയിൽ തുറന്നുകൊടുത്തത് ലൈബ്രറി മാത്രമായിരുന്നില്ല, CPIM-നെ ജനങ്ങളിലേക്ക് അടുപ്പിക്കുന്ന അറിവിന്റെ ജാലകം കൂടിയായിരുന്നു. 4 പതിറ്റാണ്ടായി പത്മാസിനി വായനശാല പ്രവർത്തനം തുടങ്ങി. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇന്ന് നാട്ടുകാർ ഈ പത്മാസിനി ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ അവരുടെ ബെസ്റ്റിയാക്കി മാറ്റി. திருப்பரங்குன்றம் விவகாரத்தில் மதவரை அமைப்புகளை முழுமையாக புறக்கணிக்க வேண்டும் என்று பொதுமக்களுக்கு திமுக மற்றும் தோழமை கட்சிகள் கூட்டாக പാവങ്ങളുടെ പടത്തലവൻ എ.കെ.ജി മധുര പൂന്തോട്ടത്ത് 1939-1940 കാലഘട്ടങ്ങളിൽ ഒരു ജിമ്മിലാണ് ഒളിവ് ജീവിതം നയിച്ചത്. അവിടെ ഇരുന്നുകൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തി. തമിഴ്നാട്ടിൽ മധുരയിലടക്കം തൊഴിലാളികളെ ചെങ്കൊടിത്തണലിൽ போராடாനും പഠിപ്പിച്ചു. தோழர்களே, இந்த பத்மாசினி வாசசாலைங்கிறது ஒரு கூரையாக இருந்துச்சு. இந்த கூரையை நல்லா இங்கே இருக்க மக்கள்கிட்டலாம் வசூல் பண்ணி ஒரு கட்டடமாக்கி அந்த கட்டடத்தை திறக்கிறதுக்காக நாங்கள் ஏற்பாடு பண்ணியிருக்க நேரத்தில் கேரளா முதல் மந்திரி அவர்கள் இ.கே. நாயனார் அவர்கள் தீர்க்கதரிசி அலுவலகத்தை திறந்து வைத்து அந்த கையோடு இந்த படிப்பகத்தையும் திறந்து வைப்பதற்காக இங்கே வந்திருந்து தோழர்களோடு ஐக்கியமாகி இந்த படிப்பகத்தை திறந்து வைத்தார் என்பதை நாங்கள் மகிழ்ச்சியோடு உங்கள் மத்தியிலே சொல்லிக்கொள்ள விரும்புகிறோம். ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച സ്വാതന്ത്ര്യ പ്രവർത്തന പോരാളിയായിരുന്ന പത്മാസിനി ജയിലിൽ വെച്ച് മരിച്ചു. രക്തസാക്ഷിയായ പത്മാസിനിയെ കോൺഗ്രസ് പ്രവർത്തകർ മറന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾ മറന്നില്ല. അവരുടെ സ്മരണയ്ക്കായി CPIM സ്ഥാപിച്ച ഗ്രന്ഥശാലയ്ക്ക് പത്മാസിനി എന്ന് നാമകരണം ചെയ്തു. ഒരു കൊച്ചു കൂരയായിരുന്നു അക്കാലത്ത് പത്മാസിനി ലൈബ്രറി. അക്ഷരസ്നേഹികളായ നാട്ടുകാരുടെ സഹായത്തോടെ ഉറപ്പുള്ള കെട്ടിടമാക്കി പുനർനിർമ്മിച്ചു. ഇ.കെ. നായനാർ ജനങ്ങൾക്ക് അത് സമർപ്പിച്ചു. സ്ഥലപരിമിതി ഉണ്ടെങ്കിലും CPIM-ന്റെ പത്മാസിനി ലൈബ്രറിക്ക് ജനമനസ്സുകളിൽ വിശാല സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ 24-ാം പാർട്ടി കോൺഗ്രസിൽ പത്മാസിനി ഗ്രന്ഥശാലയും ജ്വലിക്കും. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനകീയ മുഖ്യമന്ത്രി എന്ന് പേരുകേട്ട സഖാവ് ഇ.കെ. നായനാരാണ് ഈ പത്മാസിനി വായനശാല 1987 തുറന്നത്. അതിൻ്റെ സ്മരണകൾ പുതുക്കുകയാണ് മധുരയിലെ പാർട്ടി പ്രവർത്തകർ. പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ ഇതും ചർച്ചയാണ്. മധുരയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.